ചോദിക്കണതെല്ലാം തരും. അല്ല മോനെ ഇതൊക്കെ തരുമോ? ചോദിക്കണം. ശരി ശരി. ശരി, വാസിക്കാനാണല്ലേ? ശുക്കൂർ ചോദിച്ചാലേ തരുള്ളൂ. ശുക്കൂറേ പറയടാ, ഞമ്മക്കൊരു 1 കോടി ഉറുപ്പിക വേണം, വേഗം പറയും. ഇല്ലല്ല, പൈസ തരില്ല, അത് ചോദിക്കരുത്. ആയിക്കോട്ടെ, അങ്ങനെയാണ് ഞാൻ നിർത്തി. ശരി, നിങ്ങൾ തെറ്റല്ലമ്മ, നമുക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചു നോക്കാം. നിങ്ങൾ ശരിക്കും നമ്മളിപ്പോ എന്തായി പഹനോട് ചോദിച്ചു. ശുക്കൂറേ ഇവിടെ വാടാ, എവിടെ വാടാ. പിന്നെ നമ്മക്ക് വലിയൊരു ടെറസിന്റെ വീട് വേണമെന്ന് പറഞ്ഞാലോ? ഞങ്ങക്ക് വലിയൊരു ടെറസിന്റെ വീട് വേണം, ഉണ്ടാക്കി തരാൻ പറ്റുമോ? ആദ്യം ശരിയാക്കി തരാം, നാളെ കാലത്ത്. നിങ്ങൾ നാളെ വരുമ്പോ നല്ലൊരു ടെറസിന്റെ വീട്. പടച്ചറപ്പേ, ഇന്ന് നേരം വെളുത്താ മതി. അല്ല, നാളെ ഖിയാമത്ത് നാളായ കഴിഞ്ഞ് കഥ. നമ്മളാരോ വല്ല പെരി കൊടുത്ത് പൂട്ടിയിട്ട് കാണില്ല റബ്ബേ. അല്ലോ പഠിച്ചോനെ, നമ്മളാരോ വല്ല പെരി കൊണ്ടിട്ട് കാണല്ലോ. ആമിന 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 രാവിലെ തന്നെ നമ്മളെ കുതിരാക്ക. നമ്മളാരോ വല്ല പെരി കൊടന്നിട്ട് കടാ, ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാന്നല്ലാതെ. പഠിച്ചോനെ, ഇത്ര പെട്ടെന്ന് നമ്മുടെ വീട് ടെറസാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല. ആടെ വാപ്പ ഭൂതം. ഭൂതം അതൊക്കെ കാണിച്ചരാ. അത് നമുക്ക് ഈ ഭൂതം എന്ന വീടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. വീട് ഇങ്ങനെ ആരും കൊണ്ടല്ല വാപ്പ കേട്ടു. ഇത് നമ്മുടെ വീടാ. നിങ്ങൾ എന്ത് പൊട്ടത്തിനായി പറഞ്ഞത്? ഇത് ഭൂതം എന്ന വീടാ. നിങ്ങൾക്ക് ഭൂതം തന്നെ കാണണോ? ഞാൻ കണ്ണുകൂട്ട് കണ്ണുകൂട്ട്. ബാപ്പാ, കൂട്ടിച്ചാത്തത് വിളിച്ചിന്റെ ഭൂതത്തെ ഇൻസൈഡ് ചെയ്ത്. ഇത് ഭൂതമാണ്. ഒന്നും ഉണ്ടാക്കി നമുക്കൊന്നും മനസ്സിലായോ? കണ്ട കൂട്ടിച്ചാത്തിനെ പോലെ തോന്നിയെങ്കിലും നമ്മളെ ഭൂതാണിത്. നമുക്ക് ചോദിച്ചത് തന്നെ പോലെ. മാറിക്ക് മനസ്സിലായ. നമുക്ക് ഈ പേരൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഭൂതം തന്നെ വീടാ. വാ മോനെ വാ. നടക്കിങ്ങള് പടച്ചോനെ, ഇതെന്താണ് കൊള്ളക്കോട്ട? ഇമ്മ എന്തൊക്കെ മാനെ, വല്ലാത്ത അവസ്ഥ തന്നെയാണ് എന്റെ കറുത്ത മുക്കരെ. മനസ്സിലായി, നോക്കിയങ്ങട്ട്. നമുക്ക് മേലക്കും കൂടി ഒരു റൂം വേണം. ബാപ്പാക്ക് ഷർട്ടും കൂടി വേണല്ലേ? മുത്തിന് എന്തിനാ ഷർട്ട്? ഇപ്പൊ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് വ്യക്തമായില്ലേ?
അല്ല അങ്ങനെയാണ് മോനെ ഞങ്ങൾക്ക് ഈ പെര കിട്ടിയത്. അത് ശരി. അറിയാം എനിക്ക്. അപ്പൊ ശരി. ഓക്കെ കാണാം. ശരി ചാനൽ മോനെ പ്രോഗ്രാം അമ്മാന്റെ കാണണം കുട്ടിന്റെ കേട്ടോ. ഇടക്കത്തില് വരുന്നുണ്ട്. വാ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു പരിപാടിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. സുക്കൂർക്ക, നമുക്ക് കളിക്കാൻ പോവാം. വേണ്ട, ഞാൻ നിങ്ങളോട് എല്ലാരോടും വരാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇല്ലല്ലോ. ഇല്ല, എന്തിനാ സുക്കൂർക്ക? ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്. പറയുമ്പോ പേടിക്കരുത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പുതിയ കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കാണട്ടെ. പേടിക്കൂലല്ലോ. ചിന്നുമോളുടെ അടുത്തുണ്ട്. കണ്ടോ? ധൃതി വെക്കല്ലേ, അതിന് ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. നോക്കിക്കോ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കുട്ടി ഭൂതത്തെയാണ് ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാരനായിട്ട് കൊണ്ടുവന്നത്. നല്ല കൊമ്പും കുണ്ടൊക്കെ അല്ലേ, കണ്ട ലുട്ടാപ്പിനെ പോലുള്ളൊരു ഭൂതം. എന്നാ കാണിച്ചു കൊണ്ടാ കാണിച്ചേ. ധൃതി വെക്കല്ലേ. പെൺകുട്ടി അയൽമലിരിക്കുന്ന ചൂടാപ്പി അറിയുമ്പോൾ കോതി. ഇതാണ് ഭൂതം. ഭയപ്പെടേണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഞാൻ അപ്പോഴും പറഞ്ഞില്ല നിങ്ങളോട് പേടിക്കരുത്. ഇത് കണ്ടോ? തൊട്ടി നോക്കി. ഹായ്, പേടിയില്ലല്ലോ. കൂട്ടുകാരാണ്. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ. ഈ സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ. എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, പാടി രസിക്കാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ. ഈ ശുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ. എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, ഓർത്തു രസിക്കാം. മാനത്തു പറക്കും മേഘത്തെ തഴുകാൻ പുതുമഴയെത്തും നാടു കാണാൻ. മാനത്ത് പറക്കും മേഘത്തെ തഴുകാൻ
പുതുമഴ എത്തും നാടു കാണാം, പിന്നെ നാടായ നാട് ചുറ്റി കാഴ്ച കാണാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ, ഈ ശുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ, എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, ഓർത്തു രസിക്കാം. കടലിനു മുകളിൽ കപ്പലു കാണാം, കരയിലേക്ക് ഇറങ്ങും തിരകളെ കാണാം. കടലിനു മുകളിൽ കപ്പലു കാണാം, കരയിലേക്ക് ഇറങ്ങും തിരകളെ കാണാം. അങ്ങനെ കാണാത്ത കാഴ്ചകൾ ഏറെ കാണാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ, ഈ സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ, എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, പാടി രസിക്കാം. ആയിരമാണ്ടുകൾ പിറകില് പോകാം, മനുഷ്യനെ തിന്നും പറവയെ കാണാം. ആയിരമാണ്ടുകൾ പിറകില് പോകാം, മനുഷ്യനെ തിന്നും പറവയെ കാണാം. കണ്ണിൽ കാണാത്ത കാഴ്ചകൾ ഏറെ കാണാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ, ഈ സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ, എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, പാടി രസിക്കാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ, ഈ സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ, എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, ഓർത്ത് രസിക്കാം. രസിക്കാം, ഓർത്ത് രസിക്കാം. രസിക്കാം, പാടി രസിക്കാം. രസിക്കാം, ഓർത്ത് രസിക്കാം. ഈ കൊമ്പ് എനിക്ക് പേടിയാ. ഇന്ന നമുക്ക് ഈ കൊമ്പ് വേണ്ടാച്ചല്ലോ. എന്നാ ഞാൻ പോയി വരട്ടെ. Ding 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 la, ding 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 la, ding 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 la, ding 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 la la, ding 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 ding. ഹായ് കൂട്ടുകാരെ, ഇനി നമുക്ക് കുറച്ച് വിശ്രമിച്ചാലോ? ഇന്നുമില്ലല്ലോ ഉമ്മ, അടുത്ത ആഴ്ച ഉണ്ടാവും. അന്ന് അത് മുഴുവനും വായിച്ച് കേൾപ്പിച്ചിട്ടേ ഞാൻ പോകും. എന്നാ ഞാൻ ചെല്ലട്ടെ, ഇന്ന് ഒരുപാട് സ്ഥലത്ത് കൊടുക്കാനുണ്ട്. ഞാൻ പോട്ടെ. വിഷമായോ? ഉമ്മുമ്മ കണ്ടോ? ഉമ്മുമ്മാന്റെ മോൻ ഒരു ദിവസം വരും, വലിയ പത്രാസില് പാന്റും കോട്ടും ടൈയൊക്കെ കെട്ടി ഒരു കാറി മുറ്റത്ത് വന്നിറങ്ങും. എന്നിട്ട് ഉമ്മുമ്മാനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരും. എന്നിട്ട് ചോദിക്കും,
എന്റെ ഉമ്മാക്ക് എന്താ വേണ്ടേന്ന്. ഉമ്മ പറഞ്ഞതൊക്കെ വാങ്ങിത്തരും. ഈ വീട് പൊളിച്ച് ഒരു വലിയ മാളിക കെട്ടും. അപ്പോ ഞാൻ പാലുമായി വരുമ്പോ ഉമ്മുമാന്റെ മകൻ പറയും, പൊയ്ക്കോ, ഇവിടെ പാലൊന്നും വേണ്ടാന്ന്. സുന്ദരി പെണ്ണേ എന്റെ രാജകുമാരി, ഷംസു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്ക് മുംതാസിനെ ഇഷ്ടമാണ്. അവളെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവളെ കെട്ടിച്ചു തരൂ. അഹദോന്റെ റഹ്മത്താൽ പിറന്നുള്ള മലർമുല്ല അകലയാമണൽ കാട്ടിൽ മറഞ്ഞല്ലോ ഇന്നി ഉമ്മയെ തനിച്ചാക്കി അകന്നല്ലോ കോനെ എന്നും ഞാൻ നിന്റെ മുന്നിൽ കേഴുന്നു. എത്ര വിചാരിച്ചിട്ട് എന്റെ കുട്ടി കാത്തിരിക്കുന്നു. അനക്കും ഒരു ജീവിതം വേണ്ടേ? ഓനെ എപ്പ വരും വിചാരിച്ചിട്ടാ? ഇമ്മാന്റെ കാത്തിരിപ്പിനൊരർത്ഥമുണ്ട്. ഇമ്മക്കോ മാത്രമേ ഉള്ളൂ. എന്നരികിൽ നീ വരുമോ സുന്ദരി പൈങ്കിളിയേ, എന്റെ നെഞ്ചിലെ തേൻ കിളിയേ, സുന്ദരി പെണ്ണേ എന്റെ രാജകുമാരി. പോപ്പുലർ സാനിറ്റേഷൻ, മെയിൻ റോഡ്, ചുങ്കത്തറ. പ്രമുഖ കമ്പനിക്കാരുടെ മികവുറ്റ ഉൽപ്പന്നങ്ങൾ, സാനിറ്ററി ഐറ്റംസ്, CP ബാത്ത് ഫിറ്റിംഗ്സ്, ഫോർ ആൻഡ് വാൾ ടൈൽസ്, ISI PVC പൈപ്പുകൾ, റൂഫിംഗ് ആൻഡ് AC ഷീറ്റുകൾ, സ്ക്വയർ പൈപ്സ്, മോണോ ബ്ലോക്ക് പമ്പ് സെറ്റ്, വാട്ടർ ടാങ്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി നിങ്ങളുടെ പട്ടണത്തിലെ ഏറ്റവും വലിയ ഷോറൂം പോപ്പുലർ സാനിറ്റേഷൻ, മെയിൻ റോഡ്, ചുങ്കത്തറ. പോപ്പുലർ സാനിറ്റേഷൻ, പുതിയ ചിറക്കൽ ബിൽഡിംഗ്, മെയിൻ റോഡ്, ചുങ്കത്തറ. ഫോൺ 04931 230093. ഹായ് കൂട്ടുകാർക്ക് ഒരു സന്തോഷ വാർത്ത. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്നു. പേരെന്താണെന്നല്ലേ? നമ്പോലനും ഭൂതവും. മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇതിൽ നിങ്ങൾക്കും അഭിനയിക്കാം. താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9745868207. ഇനി നമുക്ക് കഥയിലേക്ക് കടന്നാലോ? അങ്ങനെ ഭൂതത്തിന് കിട്ടിയ സുക്കുറും കൂട്ടുകാരും അവിടെ മുഴുവൻ കളിച്ചും ചിരിച്ചും ആടിയും പാടിയും ഉല്ലസിച്ചു നടന്നു. പിന്നെ ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ. സുക്കൂറിനെ ഉപദ്രവിച്ചിരുന്ന നാട്ടുകാർക്ക് സുക്കൂർ ശരിക്കും കൊടുത്തു. അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഭൂതമല്ലേ കൂടെ. അവർ പല വഴി അന്വേഷിച്ചു. അവസാനം ദുർമന്ത്രവാദിയായ ദിഗംബരന്റെ അടുത്തെത്തി. അയാൾ ശരിക്കും മന്ത്രവാദി ഒന്നുമല്ല കേട്ടോ. കാശുണ്ടാക്കാൻ വെറുതെ ഒരു ഏർപ്പാട്, അത്രേ ഉള്ളൂ. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നേരിട്ട് കാണാം. വരൂ, ഇങ്ങോട്ടിരുന്നോളൂ. തിരുമേനി, ഒത്തിരി സങ്കടായിട്ടാ എന്റെ വരവ്. എന്തേ? ആ ചെക്കന്റെ ഉപദ്രവം വീണ്ടും ഉണ്ടായില്ലേ? ആ, ഹലോ, ആരാണ്? ഇപ്പൊ നല്ല വരുമാനാണല്ലോ എനിക്ക്. ഇപ്പൊ
ഇന്റെ ഒച്ചൊന്നും കേട്ടാലൊന്നും ഇപ്പൊ എനിക്ക് മനസ്സിലാകാതെ ഇരിക്കണില്ലേ? അതിൻ്റെടാ ആ മനസ്സിലായി മനസ്സിലായി. പിന്നെ ഒരു നായിന്റെ മോപ്പന്റെ മുമ്പിലിരിക്കില്ലേ? അതെ അതെ ആ മുടിക്കെട്ടിന്റെ പ്രശ്നല്ലേ? അതെ അതെ. ആ ജോന്റെ അടുത്തുനിന്ന് 2000 ഉറുപ്പ്യാണ് വാങ്ങിക്കാ. അത്രയും വേണോ? ആ അതൊക്കെ വേണ്ടി വരും ഇപ്പോ. 1000 വാങ്ങിയാ പോരെ? പിന്നെ ഇങ്ങോട്ടൊക്കെ ഇത് വാങ്ങിയിട്ടില്ലല്ലോ, എനിക്ക് എൻ്റെ കാര്യം അറിയേണ്ട ആവശ്യമല്ല. ആമിനാക്ക് കിട്ടാനല്ല ഇവിടെ കിട്ടണം. ഇല്ല വിവരം അറിയും, മനസ്സിലായിക്കുകയും ചെയ്യും. ഓ ഓ പൂവല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ ഭയപ്പെടാനില്ല, പരിഹാരമുണ്ട്. ആ പരിഹാരം ചെയ്യാം. ഒരു 2001 രൂപ ഇങ്ങോട്ട് വെച്ചോളൂ. അവന്റെ ഒരു കുഴപ്പമില്ലാണ്ട നാം നോക്കിക്കോളാം. എന്തേ വിശാലടി? അങ്ങനെ തന്നെ. അടുത്താൾ വന്നോളൂ, ഇങ്ങോട്ട് ഇരുന്നോളൂ. എന്താ പ്രശ്നം?